രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് 40 ലക്ഷം രൂപ നേതാക്കളുടെ പേരിൽ സ്ഥിര നിക്ഷേപമിട്ടു. പണം പിന്നീട് പാർട്ടിക്ക് തിരിച്ചേൽപ്പിച്ചു. പലിശ സ്വന്തമായി എടുത്തു. ചത്തുപോയവൻ്റെ പൈസ വരെ അടിച്ചു മാറ്റി പുട്ടടിച്ച ഇവന്മാരാണ് കോൺഗ്രസിനെ ധാർമ്മിക പഠിപ്പിക്കാൻ നടക്കുന്നത്. നമ്മൾ ഈയിടയ്ക്ക് നമ്മൾ സ്വരാജ് പറഞ്ഞാൽ മോഷ്ടാക്കൾക്കിടയിൽ ചില ധാർമ്മികതകളുണ്ട്. മരിച്ചു കിടക്കുന്നവരുടെ സ്വത്തവർ മോഷ്ടിക്കില്ല. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും കോൺഗ്രസിനില്ല. സ്വരാജ് പറഞ്ഞേണ്. ഇപ്പം എന്ത് പറ്റി സ്വരാജ്? കോൺഗ്രസ് ട്രോളാൻ വന്നല്ലേ? ഇപ്പം എന്തിനായി? 40 ലക്ഷം രൂപയാണ് രക്തസാക്ഷി ഫണ്ട് സഹാക്കന്മാരെല്ലാം കൂടെ പുട്ടടിച്ച് തിന്നത്. അത് പോയിട്ട് അതിൻ്റെ പലിശയും. നിങ്ങളാണ് വന്ന് കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കാൻ വന്നത്. അടിച്ചു മാറ്റിയ ഫണ്ടെല്ലാം കൊണ്ട് ആദ്യ പാവങ്ങൾ രക്തസാക്ഷി ഫണ്ടിൽ കൊണ്ടിട്ട് എന്നിട്ട് വന്ന് കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിച്ചാൽ മതി. ഇതുപോലെ തന്നെ നമ്മളെ വയനാട് ദുരന്തം നടന്നെടുത്ത് പാവങ്ങളെ പൈസ 750 കോടി പിരിച്ചെടുത്തിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? 170 വീട് ചെയ്ത് കൊടുത്ത് 400 പരം വീട് ചെയ്യുന്നതിന് പകരം 170 വീട് ചെയ്ത് കൊടുത്തിട്ട് അത് പൂർണ്ണമായിട്ട് ചെയ്ത് കൊടുത്തില്ല. എന്നിട്ട് താക്കോൽദാനം ചെയ്ത് നിങ്ങൾ ആഡംബരമായിട്ട് ഉദ്ഘാടനം ചെയ്ത് നിങ്ങളങ്ങ് പോയി. എന്നിട്ട് അതിൻ്റെ ബാക്കി പൈസ എന്തിനു ചെയ്ത്? 780 കോടി രൂപ പിടിച്ചിട്ട് അതിൽ 130 കോടി രൂപ എന്തിനാണ് അവിടെ ചിലവാക്കിയെന്ന് പറഞ്ഞത്. ബാക്കി എന്തിനു ചെയ്ത്? പാവങ്ങളാ പൈസ അത് നീയൊക്കെ എല്ലാടെ പുട്ടടിച്ച് തിന്നിട്ടാണ് ഒക്കെ വന്ന് കോൺഗ്രസിനെ വന്ന് ധാർമ്മികത പഠിപ്പിക്കാൻ പറഞ്ഞത്. ആദ്യം അടിച്ചു മാറ്റിയ പൈസ എല്ലാം കൊണ്ട് വച്ച് എൻ്റെ കണക്ക് പറഞ്ഞിട്ട് പോയാൽ മതി സ്വരാജ്. എന്നിട്ട് മതി കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കാൻ പറഞ്ഞത്. ഇലക്ഷനിൽ നിന്നാൽ സ്വന്തം ബൂത്തിൽ പോലും ഒരു വോട്ട് പിടിക്കാൻ കഴിവില്ലാത്ത സ്വരാജാണ് വന്ന് കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുക. ധാർമ്മികത